ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദളപതി വിജയ് നായകനായി എച്ച് വിനോദ് സംവിധാനം ചെയ്ത് ജൂലൈ 23 വ്യാഴാഴ്ച തിരഞ്ഞെടുത്ത തമിഴ് സിനിമയാണ് ജനനായകൻ. ചിത്രത്തിന്റെ വ്യാഴം, വെള്ളി എന്നിങ്ങനെ ആദ്യ 2 ദിവസത്തെ വിശദമായ ഘടക റിപ്പോർട്ടും ഇന്ന് 3-ാം ദിവസമായ ശനിയാഴ്ചയിലെ ട്രാക്കേഴ്സ് റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുകയാണ്. കേരളത്തിൽ ഇന്നലെ 2-ാം ദിവസമായ വെള്ളിയാഴ്ച കളക്ട് ചെയ്തത് 2,06,00,000 രൂപയായിരുന്നു. അങ്ങനെ 2 ദിവസം കൊണ്ട് 7,69,00,000 രൂപയാണ് കേരളത്തിൽ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ഇന്നലെ കളക്ട് ചെയ്തത് 15,80,00,000 രൂപയാണ്. 2 ദിവസം കൊണ്ട് 45,45,00,000 രൂപയാണ് ഈ ചിത്രത്തിന്റെ തമിഴ്നാട് കളക്ഷൻ. കർണാടകയിൽ ഇന്നലെ കളക്ട് ചെയ്തത് 3,22,00,000 രൂപയാണ്. 2 ദിവസം കൊണ്ട് കർണാടക കളക്ഷനായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 14,73,00,000 രൂപയാണ്. തെലുങ്ക് സംസ്ഥാനങ്ങളിൽ സിനിമ ഇന്നലെ കളക്ട് ചെയ്തത് 2,06,00,000 രൂപയാണ്. 2 ദിവസം കൊണ്ട് 6,26,00,000 രൂപയാണ് ഇവിടെ നിന്നും നേടിയെടുത്തിട്ടുള്ളത്. ഹിന്ദി ബെൽറ്റ് ഉൾപ്പെടെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 7,04,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി 2 ദിവസം കൊണ്ട് 81,23,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി സിനിമയുടെ 2 ദിവസത്തെ വിദേശ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വന്നാൽ $4.48 മില്യൺ, അതായത് 43,17,00,000 രൂപയാണ് 2 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത്. ടോട്ടൽ 124,40,00,000 രൂപയാണ് വേൾഡ് വൈഡ് ഗ്രോസായി സിനിമ 2 ദിവസം കൊണ്ട് സ്വന്തമാക്കിയത്. 3-ാം ദിവസം എന്ന ശനിയാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് 2 കോടി റേഞ്ചിൽ തന്നെയാണ്. അങ്ങനെ 9,60,00,000 റേഞ്ചിലാണ് ഈ സിനിമ 3 ദിവസം കൊണ്ട് കേരളത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് 40-45 കോടി റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 3 ദിവസം പിന്നിടുമ്പോൾ സിനിമ ലോകമെമ്പാടുമായി 165-170 കോടി റേഞ്ചിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്നലെ ജൂലൈ 24 വെള്ളിയാഴ്ച കേരളത്തിൽ മികച്ച അഭിപ്രായം നേടിയ തെലുങ്ക് സിനിമയാണ് ചെന്നൈ ലവ് സ്റ്റോറി. രവി നമ്പൂരി തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ കിരൺ അബ്ബാവാരം, ഗൗരി പ്രിയ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ചിത്രത്തിന്റെ ആദ്യ ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ചയിലെ കളക്ഷനുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ആന്ധ്രയിൽ ഈ സിനിമ 2,40,00,000 രൂപയും തെലങ്കാനയിൽ 2,66,00,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. ആദ്യ ദിവസം തെലുങ്ക് ഓപ്പണിംഗ് ആയി 5,06,00,000 രൂപയാണ് സിനിമ നേടിയെടുത്തത്. കർണാടകയിൽ 51 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 2,50,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രോസായി 5,60,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വിദേശത്ത് നിന്ന് ആദ്യ ദിവസം കളക്ട് ചെയ്തത് 2,68,00,000 രൂപയാണ്. ടോട്ടൽ വേൾഡ് വൈഡ് ഓപ്പണിംഗ് ആയി സിനിമ നേടിയെടുത്തത് 8,28,00,000 രൂപയാണ്. ജോജു ജോർജ് നായകനായി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് ജൂലൈ 16 തിരഞ്ഞെടുത്ത മലയാള സിനിമയാണ് വരവ്. ചിത്രം 8-ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ 10,50,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 8 ദിവസം കൊണ്ട് 5,50,00,000 കേരളത്തിൽ കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി 5,77,00,000 രൂപ നേടിയെടുത്തിട്ടുണ്ട്. 8 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 7,68,00,000 രൂപയാണ്. 9-ാം ദിവസം എന്ന ശനിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 12 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ കേരളത്തിൽ 5,62,00,000 റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. വേൾഡ് വൈഡ് ഗ്രോസ് 7,80,00,000 റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. ജൂലൈ 10 കേരളത്തിൽ നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ ബോളിവുഡ് സിനിമയാണ് ധമാൽ 4. ഈ സിനിമ 15-ാം ദിവസം ഇന്നലെ വെള്ളിയാഴ്ച ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തത് 2,88,00,000 രൂപയായിരുന്നു. അങ്ങനെ 170,47,00,000 രൂപയാണ് ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തത്. വിദേശത്ത് നിന്ന് കളക്ട് ചെയ്ത 21,70,00,000 ഉൾപ്പെടെ 15 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസായി 192,17,00,000 രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. 81 കോടി ബ്രേക്ക് ഈവൻ പോയിന്റുള്ള ഈ സിനിമയ്ക്ക് 88,25,00,000 രൂപ ഷെയറായി കിട്ടിയിട്ടുണ്ട്. ജൂലൈ 3 തിയേറ്ററിൽ നിലവിൽ പരാജയം ഉറപ്പിച്ചു കഴിഞ്ഞ ബോളിവുഡ് സിനിമയാണ് ബേബി ഡു ഡൈ ഡു. 22-ാം ദിവസം ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തത് 12,50,000 രൂപയാണ്. അങ്ങനെ 7,59,00,000 രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. 10 കോടിക്ക് തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ട ഈ സിനിമയ്ക്ക് 3,33,00,000 രൂപയാണ് ആകെ ഷെയറായി കിട്ടിയിട്ടുള്ളത്. ഏകദേശം ഫൈനൽ റണ്ണിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയാണ് ഗാട്ടാ ഗുസ്തി 2. ചിത്രം ഇന്നലെ തമിഴ്നാട്ടിൽ 8 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ തമിഴ്നാട്ടിൽ 22 ദിവസം കൊണ്ട് 42,75,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രോസായി സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് 46,66,00,000 രൂപയാണ്. വിദേശത്ത് 7,80,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ലോകമെമ്പാടുമായി 22 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത് 54,46,00,000 രൂപയാണ്. ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ജൂലൈ 10 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് ഇതേ മുരളി. ഈ സിനിമ ഇന്നലെ തമിഴ്നാട്ടിൽ കളക്ട് ചെയ്തത് 9 ലക്ഷം രൂപയാണ്. അങ്ങനെ 15 ദിവസം കൊണ്ട് 20,52,00,000 രൂപയാണ് ഈ സിനിമ തമിഴ്നാട്ടിൽ മാത്രം നേടിയെടുത്തിരിക്കുന്നത്. കർണാടകയിൽ 2,04,00,000 കളക്ട് ചെയ്ത ഈ സിനിമ തെലങ്കാനയിൽ 1,13,00,000, ആന്ധ്രയിൽ 64,50,000, കേരളത്തിൽ 31 ലക്ഷം എന്നിങ്ങനെ ഇന്ത്യൻ ഗ്രോസായി 23,77,00,000 രൂപ നേടിയെടുത്തിട്ടുണ്ട്. വിദേശത്ത് 5,12,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ലോകമെമ്പാടുമായി 28,89,00,000 രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. 14 കോടി തിയേറ്റർ റൈറ്റ്സ് ഉള്ള ഈ സിനിമ 14,15,00,000 രൂപ നിലവിൽ നേടിയെടുത്തിട്ടുണ്ട്. അൻപേ ഡയാന എന്ന തമിഴ് സിനിമയുടെ 8 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ വന്നിട്ടുണ്ട്. ഇന്നലെ ഈ സിനിമ തമിഴ്നാട്ടിൽ കളക്ട് ചെയ്തത് 10 ലക്ഷം രൂപയാണ്. അങ്ങനെ 8 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ 4,12,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ 2,85,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ഗ്രോസായി 4,39,00,000 കളക്ട് ചെയ്ത ഈ സിനിമ
വേൾഡ് ഗ്രോസായി 4,84,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ജൂലൈ 10 തിയേറ്ററിലെത്തി നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ ലെനിൻ എന്ന തെലുങ്ക് സിനിമയുടെ കളക്ഷൻ വിവരങ്ങളും വന്നിട്ടുണ്ട്. ചിത്രം 15 ദിവസം കൊണ്ട് ആന്ധ്രയിൽ 27,67,00,000 രൂപയും തെലങ്കാനയിൽ 26,62,00,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ തെലുങ്ക് കളക്ഷനായി മാത്രം 15 ദിവസം കൊണ്ട് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 54,29,00,000 രൂപയാണ്. കർണാടകയിൽ 6,05,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 61,34,00,000 രൂപയാണ്. അങ്ങനെ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള 15 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 71,84,00,000 രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. ഈ സിനിമയ്ക്ക് 35,03,00,000 രൂപ ഷെയറായി കിട്ടിയിട്ടുണ്ട്. 24,80,00,000 രൂപയാണ് ബ്രേക്ക് ഈവൻ പോയിന്റ്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.